ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലിയ വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖാരാ. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് സിദ്ദീഖുൽ അക്ബർ എന്ന് പേര് വരുന്നത് നമുക്കൊക്കെ അറിയാം. മിറാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കുന്നു. അവിടെ ഇമാം നിൽക്കുന്നു, നിസ്കരിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7-ാം ആകാശത്തേക്ക് രാപ്രയാണം നടത്തുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വരാൻ 2 മാസ വഴി ദൂരമാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. തിരിച്ചു വരുന്നു. ആ രാത്രിയിൽ തന്നെ ഈ സംഭവം മക്കയിൽ കോളിളക്കമുണ്ടാക്കി. വിശ്വസിക്കാൻ കഴിയാത്തതായി, ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഗ്രിപ്പായി. അവരത് പ്രചരിപ്പിച്ചു. വഴിമധ്യത്തിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അബൂബക്കറെ, ഒന്ന് നിൽക്കണേ. നിങ്ങളൊക്കെ വലിയ ആളായിട്ട് കൊണ്ടിടക്കണേ, നിങ്ങളെ നബിയില്ലേ? ആ നബി പറയാണ്, ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലും അവിടുന്ന് 7 ആകാശവും കടന്നു പോയി. സൂര്യന്റെ ദൂരം 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമിയിൽ നിന്ന് സൂര്യൻ 1-ാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്ററാണ്. 8 മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ പ്രകാശം ഭൂമിയിലെത്തുന്നത്. അല്ലേ? ആ സൂര്യനെയും കടന്നു, 1-ാം ആകാശവും കടന്ന്, 2ഉം കടന്ന്, 3ഉം കടന്ന്, 4ഉം കടന്ന്, 7 ആകാശങ്ങളെ അടുക്കുകളായി ആ 7 ആകാശവും കടന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഖാബ ഖൗസൈൻ ഔ അദ്നാ എന്ന് പറയുന്ന വിധത്തിൽ റസൂല് പോയി. അബൂബക്കറെ എന്ന് പറയുന്നു. എങ്ങനെയാ അബൂബക്കറെ ഇത് വിശ്വസിക്കുക? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റേ ഒരു ചോദ്യം. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ 2 ചുണ്ടുകൾക്കിടയിലുള്ള നാവ് കൊണ്ട് ഇത് പറഞ്ഞുവോ? ശത്രുക്കളോട് ഒറ്റ ചോദ്യം, എന്റെ റസൂലുള്ള നേർക്ക് നേരെ നിങ്ങളോട് പറഞ്ഞോ? അതെ, എന്നാ എനിക്കൊരു സംശയമില്ലട്ടോ, അത് സത്യമാണ്. അതിനാണ് ഇസ്ലാം എന്ന് പറയാം. നബി അങ്ങനെയൊക്കെ പോയി എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ആരാ? മതപണ്ഡിതന്മാരാണ്. വലിയ നേതാക്കന്മാരെ മക്കളാണ്. ഒരു കാലത്ത് നവോത്ഥാനത്തിന്റെ വെന്നിക്കൊടി പാറിച്ച മഹാപണ്ഡിത കേസരികളുടെ മക്കളാണ്. തലതിരിഞ്ഞ ഒരു രക്ഷയില്ലാവില്ല. ഹിദായത്തിൽ ഉറച്ചു കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദുആ എന്താ അറിയോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. ഒന്ന് ഖുർആനിൽ നിന്നാണ്, 3-ാം അധ്യായം 8-ാമത്തെ വചനം. മറ്റൊന്ന് ഹദീസാണ്. ഹൃദയം ഇസ്ലാമിൽ ഉറപ്പിച്ചിരുത്തമേ. ഫുലൂസിന്റെ എണ്ണം കാണുന്നതിനനുസരിച്ച് മാറിപ്പോകരുതേ. നാട്ടുകാരെ പറ്റിക്കുന്ന പണിയെടുക്കരുതേ. ഇന്നൊരു വിശ്വാസം പറയാ, നമ്മൾ മുതലക്കെടുക്കുക, നാളെ വേറൊന്നിച്ചാടുക. അപ്പൊ ഇവരൊക്കെ നിസ്സായരായി പോവുക. ഇത് ബസ് ഓടിച്ച ഡ്രൈവർ ചുരത്തിന്റെ 9-ാം വളവ് കൊണ്ട് ഈ ബസ് നിർത്തി പോകുന്ന പോലെ. ആ ജാതി ഉണ്ടല്ലോ, ആ ജാതി പെടാതിരിക്കാൻ എന്താ ചെയ്യുക? വല്ലാത്ത ജാതി, അതല്ലാത്ത ജാതിയാണ്. ആ വല്ലാത്ത ജാതികളിൽ നിന്ന് മോചനം നേടുക. ആരായാലും, ഏത് പ്രസ്ഥാനത്തിലോനായാലും കേട്ടോ, വളരെ ഗൗരവമായി തന്നെ നമ്മൾ ആലോചിക്കണം. ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാർത്ഥിക്കുക. ഞാൻ വെറുതെ പറയല്ല. റജ്ജാൽ സഹാബിയായിരുന്നു. റജ്ജാൽ അല്ല, റജ്ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇങ്ങനെ നിൽക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് കാഫറായിട്ടോ മരിക്കുക. ആലോചിക്കണം, ഉഹുദ് മലയോളം വലിപ്പുണ്ടാവും എന്റെ പല്ലിന്. അബൂ ഹുറൈറന്റെ കൂട്ടത്തില് സഹാബികളൊക്കെ ഉണ്ട്. എല്ലാരും മരിച്ചു പിരിഞ്ഞു. അബൂ ഹുറൈറ റജ്ജാലും മാത്രമായി. അബൂ ഹുറൈറ റജ്ജാൽ. വല്ലാത്ത പേടി അബൂ ഹുറൈറക്ക്. നബി പറഞ്ഞ സത്യ, ഒരു കാഫറായിട്ട് ഈ കൂട്ടത്തിൽ ഒരാൾ മരിക്കും. ആളെ പല്ല് ഉഹുദ് മലയോളം ഉണ്ടാവും. അബൂ ഹുറൈറ വിചാരിക്കാൻ, ഞാനായിരിക്കുവോ? എന്റെ നാളെ എനിക്കറിയില്ലല്ലോ, അത് ഞാനായിരിക്കുമോ? അങ്ങനെ ഇരിക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം, മുസൈലിമത്തുൽ കദ്ദാബ് അദ്ദേഹമായുള്ള പോരാട്ടത്തിന് എന്നെ നേതാവാക്കണമെന്ന് റജ്ജാൽ ആവശ്യപ്പെട്ടു. റജ്ജാലിന് ഖുർആൻ അറിയാം, റജ്ജാല് പ്രഭാഷകനാണ്, റജ്ജാലിന് ആളുകളോട് തർക്കിക്കാൻ അറിയാം, കഴിവുള്ളവനാണ്, നബി വിശ്വസിച്ചാളാണ്, സ്വഹാബത്ത് വിശ്വസിച്ചാളാണ്. അങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ നാട്ടിലേക്കെത്തി. അവിടെ ആളും അർത്ഥവും കണ്ടു, അധികാരം കണ്ടു.
ജനപിന്തുണ കണ്ടു, തനിക്കൊരു സ്റ്റേജ് വേണം തോന്നി, തനിക്ക് പേജ് വേണം തോന്നി, തനിക്ക് ചിലതൊക്കെ പറയണം തോന്നി. അവിടെ എത്തിയപ്പോ കൂറുമാറി. അതുവരെ അവർക്കെതിരെ നിന്ന് റജ്ജാൽ അവിടെ പോയി കൂറുമാറി മുനാഫിക്കായി. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ബ്രദർ അദ്ദേഹത്തിന്റെ തല അരിഞ്ഞെടുത്തു. ചരിത്ര നബീന്റെ കൂടെ ഉണ്ടായിട്ട് പോലും ഹിദായത്ത് തെറ്റിപ്പോയി. ഗൗരവമായി ഓർക്കണം. നാളെ രാവിലെ എന്താവും നമുക്കറിയില്ല. പ്രഭാതത്തിൽ കാഫിറായവൻ പ്രദോഷത്തിൽ മുഗ്മിനാകും, പ്രദോഷത്തിൽ മുഗ്മിനായവൻ പ്രഭാതത്തിൽ കാഫിറാകും. അതുകൊണ്ട് സഹാബത്ത് എന്ന വിഷയത്തിൽ അവരേറ്റവും കൂടുതൽ പേടിച്ചത് നോക്കൂ, ഹൻദല മുനാഫിക്കായിട്ടുണ്ട് എന്ന് ഹൻദല. അതെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കാറുണ്ടായിരുന്നു ഹുദൈഫത്തുൽ യമാനിയോട്, ഹുദൈഫ ഞാൻ മുനാഫിക്കാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് പേടിയായിരുന്നു, നിഫാഖ് അവർക്ക് പേടിയായിരുന്നു, അവർ സൂക്ഷിച്ചിരുന്നു. ഇത് നിഫാഖുള്ളവനാണ് സ്ഥാനം. ഇന്ന് ചില സംഘടനകളിൽ ആളെടുക്കുന്ന എങ്ങനെ അറിയോ? ഈ സത്യം പറയോ? ഇല്ല. പച്ച നുണ പറയാൻ ധൈര്യത്തിൽ പറയോ? ഖത്തീബാണെങ്കിൽ പറയോ? തൊപ്പിട്ടാലും പറയോ? താടി വെച്ചാലും പറയോ? ഓ ഞാൻ നുണ പറഞ്ഞോളാം, നവാ എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനമുണ്ട്. ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ചോദിക്കാൻ ആദ്യം തന്നെ നുണ പറയാൻ തയ്യാറുണ്ടോ? കള്ളം പറയാൻ തയ്യാറുണ്ടോ? മോഹിതകളുടെ നേരെ ശിർക്കാരോപിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ട് എങ്കിൽ വന്നോ. കൃത്യമായിട്ട് നിസ്കരിച്ചും നോമ്പ് വെച്ചും നല്ല ദീനനുസരിച്ചും സത്യം മാത്രം പറഞ്ഞ് ജീവിക്കോ? അങ്ങനെ ജീവിക്കും, എന്നാ പോയിക്കോ. അതിന് പറ്റിയ വേറെ പ്രസ്ഥാന കേട്ടോ. ഈ അവസ്ഥയിലേക്ക് ലോകമെത്തി എന്ന് ഞാൻ വെറുതെ പറയല്ല, ഹക്കായി റബ്ബിനെ സാക്ഷി നിർത്തി നിങ്ങളോട് ഞാൻ പറയാണ്. അവിടെയാണ് ഇന്ന് നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. പേടിക്കണം. നാളെ മരിക്കുമോ ഇന്ന് മരിക്കുമോ എന്ന് നിങ്ങൾക്കും എനിക്കും അറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. കുപ്പിച്ചില്ലും മുൾക്കിരീടവുമുള്ള ഒരു ഇരുണ്ട വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്ര സൂക്ഷിക്കുമോ അത്രയും അപകടകരമായ പ്രതിസന്ധിയാണ് മുസ്ലിം സമുദായം ഇന്ന് ദാർശനികമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഅ്തസിലികൾ കൈയടക്കുന്നു, ഖവാരിജികൾ അരങ്ങ് തകർക്കുന്നു, ഷിയാക്കൾ നമ്മുടെ നാട് വിഴുങ്ങുന്നു, നമ്മുടെ അഖീദയെ ഷിയാക്കൾ കുടിപ്പിച്ചു കിടക്കുന്നു. അതിനിടയിൽ ഒരു ന്യൂനപക്ഷം സത്യത്തിന്റെ കൂടെ എന്നും ഉണ്ടാവും. പൂർവികരായ സലഫുകളെ, സഹാബത്തിനെ, താബീകളെ, തബൂ താബീകളെ പിൻപറ്റുന്നതിലാണ് സകലമാന ഖൈറും. പിൽക്കാലക്കാരുടെ ജൽപ്പനങ്ങളുടെ പിന്നാലെ പോകുന്നതിലാണ് സകലമാന ഷർറും എന്ന് ലോകം പറയപ്പെട്ടു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആ ദുൽഹിജ്ജ 9 സഹാബികളുടെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതെന്താണോ അത് ലോകാവസാനം വരെ ദീനാണ്. അന്നെന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ സച്ചരിതരായ സഹാബത്തിന്റെ മാർഗം അവലംബിക്കുന്നതിലാണ് എന്ന് പറഞ്ഞു. എന്റെ ഉമ്മത്ത് ജൂത ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി. എന്റെ ജനപദം, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി അവർ വേർതിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. അതിൽ 72 കക്ഷികളും നരകത്തിന്റെ അകുലുകാരാണ്, ഒരു വിഭാഗമൊഴികെ. ആകാംക്ഷയോടെ സ്വഹാബത്ത് സച്ചരിതർ ചോദിക്കണം, നബിയെ ആ ഒരു വിഭാഗം ആരാ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സഹാബികളും ഏതുപോലെ ജീവിച്ചുവോ അതുപോലെ ജീവിക്കുന്നവർ. സച്ചരിതരായ സ്വഹാബത്ത് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമമായ നൂറ്റാണ്ട്, ഉത്തമമായ തലമുറ, എന്റെ തലമുറ, അതിനടുത്ത തലമുറ, അതിനടുത്ത തലമുറ. അവരുടെ മാർഗം ആരവലംബിക്കുന്നുവോ അതാണ് സുന്നത്ത് ജമാഅത്ത്. ഉന്നിയത്തു താലിബീൻ എന്ന ഗ്രന്ഥം മഹാനായ ജീലാനി, അബ്ദുൽ ഖാദർ ജീലാനി പറയാൻ എന്താ പറയുന്നത്? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ സുന്ന വൽ ജമാഅ. അസ്സുന്നത്തു മാ സല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് സുന്നത്ത്?
അത് നബിയുടെ ചര്യയാണ്. വഫീലിഹി വഖൗലിഹി വതക്രീരിഹി, ആ മാർഗമാണ് നബി പറഞ്ഞത്, നബി പ്രവർത്തിച്ചത്, നബി മൗനാനുവാദം കൊണ്ട് ശരിപ്പെടുത്തിയത്, ആ വഴി. പിന്നെ എന്താണ് അസ്സുന്നത്ത് അൽ ജമാഅ? മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഹാബത്ത്. കാരണം എന്താണ്? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അവരുടെ വിശ്വാസമെന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ അമല് ചെയ്ത പോലെ അമല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ സംസ്കാരം പോലെ സംസ്കാരം സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹാബത്തിനെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വസാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. സൂറത്ത് തൗബ 100-ാമത്തെ വചനം. എത്ര വ്യക്തമാണല്ലേ? മുഹാജിറുകളെയും അൻസാറുകളെയും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ തൃപ്തി. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹൽസും പറയുന്നുണ്ട്, അവരുടെ ഭാവി അറിയാത്ത ഒരു റബ്ബ് അങ്ങനെ പറയില്ല. ഭാവിയിൽ തെമ്മാടിത്തം ചെയ്യുന്നവരായിരുന്നു സഹാബത്തെങ്കിൽ ആ സഹാബത്തിനെ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹ് പറയില്ല. ഭാവി അറിയുന്ന റബ്ബ പറയുന്നത് തൃപ്തിപ്പെട്ടു. അങ്ങനെയുള്ള സഹാബത്തിൽ അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ജീവിതത്തിലുടനീളം നബിയെ സഹായിച്ച മഹാനുഭാവൻ, ഗൗർഗുഹയിൽ നബിയോടൊപ്പം ഇരുന്ന മഹാൻ, ഗൗർഗുഹയിൽ നബിക്ക് വേണ്ടി വേദനിച്ച മഹാൻ, അവർ നമ്മളെ കാണില്ലേ നബിയെ എന്ന് ചോദിച്ചു വിലപിച്ച മഹാൻ, റസൂൽ ധൈര്യം കൊടുത്ത മഹാൻ, സാഹിബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹാൻ. സൂറത്ത് റഅദിലെ 22 മുതലുള്ള വചനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവരെ കുറിച്ചാണ് തഫ്സീറിൽ പറയുന്നത്. യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ വെച്ച് സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, ആ സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളിൽ ഇരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയിച്ചുകൊണ്ടേയിരിക്കും. മെലിഞ്ഞ അരക്കെട്ടും തുണി ഉടുത്താൽ നരയാനയുടെ താഴെ ഇടച്ചിറങ്ങിപ്പോയിരുന്ന അബൂബക്കർ സിദ്ദീഖ് നബിയുടെ വിയോഗത്തോടനുബന്ധിച്ച് നബി ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്, എന്റെ വാപ്പ ഇമാമത്ത് നിന്നാൽ കരഞ്ഞു പോകും നബിയെ, ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹം കരഞ്ഞു പോകും നബിയെ. അത്രമേൽ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത എന്റെ ഹൃദയത്തിന്റെ വസന്തമാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച അബൂബക്കർ സിദ്ദീഖ് സ്വത്ത് മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവച്ച്, അബൂബക്കറെ എന്ത് ബാക്കിയാക്കി എന്ന് ചോദിച്ചപ്പോ, അള്ളാനെ റസൂലിനെ അല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല, സകലതും ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ് വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. അതെ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽഖാമിനീന വൽഗൈബ് വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ കച്ചവടം ചെയ്ത അബൂബക്കർ സിദ്ദീഖ്, അങ്ങനെ സ്വർഗം നേടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്ത്, നബിയുടെ നെറ്റിയിൽ ചുംബിച്ച ഏക സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് വന്നു. ഛേദനയേറ്റ് കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം കണ്ടു. മുഖത്ത് നിന്ന് തുണി മാറ്റി, താൻ സ്നേഹിച്ച, തനിക്ക് ഈ വെളിച്ചത്തിന് കാരണക്കാരനായ, ഹിദായത്തിന് കാരണക്കാരനായ, ലക്ഷ്യമില്ലാത്ത എനിക്ക് ലക്ഷ്യം പഠിപ്പിച്ചു തന്ന, വിശുദ്ധ ഖുർആൻ കൊണ്ട് എന്റെ ഹൃദയത്തെ ധന്യമാക്കിയ, എനിക്ക് മാതൃക കാണിച്ച എന്റെ മുത്ത് നബി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ നബി? മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, സ്വത്തിനേക്കാൾ, മക്കളേക്കാൾ, ഭാര്യമാരേക്കാൾ, കണ്ണിനാനന്ദം നൽകുന്ന ഭവനത്തേക്കാൾ നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ, സ്വത്തിനേക്കാൾ أحب إليكم من الله ورسوله وجهاده فتربصوا حتى يأتي الله بأمره. سورة التوبة. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم.
ആ ആളാണ് ഈ കിടക്കുന്നത്. നിങ്ങളുടെ നബി, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ അടുത്ത നബി അല്ലേ? ഈ ലോകത്ത് ബാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മറ്റെന്തിനേക്കാളും ഈ റസൂൽ അല്ല കഴിഞ്ഞാൽ പ്രിയങ്കരമാകണം. അങ്ങനെ പ്രിയം വെച്ച അബൂബക്കർ സിദ്ദീഖ് ആ നെറ്റിയിൽ ചുംബിച്ചു. അതാ മറുഭാഗത്ത് നബിയെ കൊല്ലാൻ ഒരു കാലത്ത് വന്ന് പിന്നീട് നബിക്ക് വേണ്ടി കൊല്ലാൻ സന്നദ്ധനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഭ്രാന്തനെ പോലെ അലയുകയാണ്. നബി മരിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിന്നു. സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ് യാ ഉമർ, സിറ്റ് ഡൗൺ യാ ഉമർ. അബൂബക്കർ സിദ്ദീഖിന്റെ ഗർദനം കേട്ട് ഉമർ ഇരുന്നു. രണ്ട് ഖുർആനിക വചനം സൂറത്ത് ആൽ ഇംറാൻ 144, സൂറത്ത് റൂം 2 വചനം ഓതി കൊടുത്തു. നബി മരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നബി മരിച്ചിട്ടും സഹിക്കാൻ പറ്റാത്ത കരച്ചിലുണ്ടെങ്കിൽ, നബി മരിച്ചിട്ടില്ലെന്ന് വാദമുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കതുമാത്ത, അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല സർവാധിനാഥനായ ഹയ്യുൽ ഖയ്യൂമായ രാജാതിരാജനായ കറുത്ത കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കരടിപ്പാടുകൾ പോലെ മറയുന്ന ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ ചിറകുകൾക്ക് പൊള്ളയായ സൗഭാഗ്യം നൽകിയ ഐടകാത തലത്തിൽ നീന്തു തുടിക്കുന്ന മത്സ്യങ്ങളുടെ ചെകളകളിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ വ്യവസ്ഥ വെച്ച കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹത്തിന്റെ ഗർജനം, അതുപോലെ ആ കാട്ടിൽ തന്നെ സിംഹം പിടിക്കുന്ന ആനകൾ, ഇതൊക്കെ സൃഷ്ടിച്ച രാജാതിരാജനായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്, ഹയ്യുല്ലാ യമൂത്ത്. അല്ലാഹു മരണമില്ല. തിരുത്തൽ ശക്തിയായി അബൂബക്കർ സിദ്ദീഖ്. ശരിക്ക് അബൂബക്കർ സിദ്ദീഖ് ഒരു സമസ്തക്കാരനാണെങ്കിൽ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്, മരിച്ചിട്ട്